പഠിക്കുന്നൊരു കുട്ടി അവരുടെ നാടായ കോഴിക്കോട് സ്വന്തം വീട്ടിലേക്കെത്താതെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നു, അവിടെ വെച്ച് മരണപ്പെടുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വാർത്ത. മാംഗ്ലൂർ പഠിക്കുന്ന ഒരു കുട്ടി അവരവിടെ പഠനത്തിനിടയിലുള്ള ഒരു കുറച്ച് ഗ്യാപ്പ് കിട്ടിയ ദിവസം വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു, ലീവില്ല, വരാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവരുടെ നാടായ കോഴിക്കോട് തന്നെ വേറെ ഒരു സുഹൃത്തിനോടൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്നു, അവിടെ വെച്ച് മരണപ്പെടുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇന്ന് ഒരു ചെറിയ ചർച്ച അല്ലെങ്കിൽ നമ്മുടെ ലൈവിലെ ഒരു ചെറിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, പ്രണയം എപ്പോഴും ആത്മാർത്ഥത വേണ്ടതാണോ, അതല്ല പ്രണയത്തെ ആസ്വാദനം കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ടതാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മുടെ ലൈവിലൂടെ ചെറിയ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനോട് പ്രതികരിക്കാൻ, നല്ല രീതിയിൽ നിങ്ങളുടെ വിശദീകരണങ്ങളും കാര്യങ്ങളും പ്രതികരിക്കാൻ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ലൈവ് വീഡിയോയിലേക്ക് ടുഗദർ ലൈവാണ്, ആർക്കും ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈവിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമോ അവർക്കെല്ലാം ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ. പ്രണയം എന്നൊരു സംഭവം അത് ആത്മാർത്ഥത വേണ്ടതാണോ? ഈ വളച്ചെടുക്കുന്നവരെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ വളച്ചെടുക്കുന്നത്? കല്യാണം കഴിഞ്ഞവരിലുണ്ട് ഈ വളച്ചെടുക്കൽ, കല്യാണം കഴിയാത്തവരിലുണ്ട് വളച്ചെടുക്കൽ പല വിധേനയുണ്ട്. ഉപയോഗം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന രീതിയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള വളച്ചെടുക്കൽ മാത്രമാണോ വേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നിങ്ങനെ ചെറിയ രീതിയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ലൈവിലേക്ക് ഹാർദമായ സ്വാഗതം. വന്നവർ താഴെ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. അതിനെക്കുറിച്ച് നിങ്ങളുടെ 2 വാക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇതിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഇതൊക്കെ തന്നെയാണ്. ചന്ദ്രമതി അമ്മ, വെൽക്കം, നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്ന് ചെറിയൊരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് അമ്മ ഞാൻ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, ഒരു ഇതിൽ ഞാൻ കേട്ടു, പ്രണയമെല്ലാം ആത്മാർത്ഥത വേണ്ടതല്ല എന്നും വളച്ചെടുക്കലുകളൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് എന്നും ഉള്ളൊരു സംഭവം ഞാൻ കേട്ടു. ഓക്കെ, യാത്ര തുടരട്ടെ. അപ്പോൾ പെൺകുട്ടികൾക്കിടയിലും ആൺകുട്ടികൾക്കിടയിലും പ്രണയം എന്നത് ആസ്വാദനം മാത്രമായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു കാലഘട്ടം, പ്രണയത്തെ അവർ കാണുന്നത് അവരൊരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വളച്ചെടുക്കലുകൾ തമാശയ്ക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറുന്ന ഒരു ചെറിയ ഒരു ലോകത്തെ ആൾക്കൂട്ടങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വ്യക്തമാണോ അല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ ഉപകാരമാണ്. എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? വോയിസിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാവും. കാരണം ഞാൻ സംസാരിക്കുന്നുണ്ട്, നമുക്കൊരു ചെറിയ മാറ്റർ, ഒരു കണ്ടൻ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, കേൾക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് നമ്മൾ എല്ലാവരും വാർത്തയിലൂടെ കേട്ടത് തന്നെയാണ്. അതിനോട് റിലേറ്റഡ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് കുരുന്ന് എന്ന് പറഞ്ഞാൽ വകതിരിവ് വരാത്ത മക്കളുടെ മരണങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സ്, 22 വയസ്സ്.